വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ ഫോട്ടോ എടുത്തേ അടങ്ങും എന്നുള്ള രീതിക്ക് തന്നെ രാഘവനാര് നിൽക്കുന്നുണ്ട്. അന്നേരം എടുക്കാം മകനെയും മരുമകളെയും ഒക്കെ വിളിക്കുന്നിങ്ങനെ ക്ലീറ്റസ് പറയുന്നുണ്ട്. അന്നേരം കുട്ടിയാണെങ്കിൽ പറയുന്നുണ്ട്, ഇതിപ്പോൾ ആടി ചോദിച്ച് വാങ്ങുന്ന ആദ്യമായിട്ട് ഞാൻ കാണുകയാണ്, ഗുരുവെ ഇങ്ങോട്ട് വന്നേന്ന് വിളിക്കുകയാണ്. അന്നേരം ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു ഇത്തിരി പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ഇതുവരെ ഒരു പ്രശ്നമില്ലല്ലോ, അതേ കാരണം അവർ വലിയ സന്തോഷത്തിലാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ ചുരുക്കി പറയാമെന്ന് പറയുന്നുണ്ട്. അന്നേരം പറയുമ്പോൾ അടി കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അടിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ശിവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം, അതായത് വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് ശിവനെയാണ് രാഘവനാര് കാണുന്നത് എന്നുള്ളതൊക്കെ കുട്ടിയോടെ പറയുന്നുണ്ട്. അന്നേരം ഇതെന്തോന്ന് ചിത്രം സിനിമയോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെയാണെങ്കിൽ ചിത്രം സിനിമയിൽ കാരണവർ വയലൻ്റ് ആവില്ല, പക്ഷേ ഇവിടെ കാരണവർ വയലൻ്റ് ആവും, അടിയും കിട്ടുമെന്നിങ്ങനെ പറയുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അന്നേരം ഈ കുട്ടികളിങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങി റെഡിയായി വരുന്നുണ്ട്. അന്നേരം ഇവിടെ എന്താണെന്നും പറഞ്ഞ് ഈ കുട്ടികളും വരികയാണ്. അന്നേരം ഫോട്ടോ എടുപ്പാന്ന് പറയുമ്പോൾ ഹായ് ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞ് കുട്ടികൾ മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഇതിന് കൂട്ടു നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല, അച്ഛൻ്റെ രോഗമാണ്, അവസ്ഥയാണ് എന്നൊന്നൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതം വെച്ച് കളിക്കാനായിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, ഞാനിവിടെ ഒന്നുകിൽ കുഴഞ്ഞു വീഴും അല്ലെങ്കിൽ ഞാനിങ്ങനെ പൊട്ടിത്തെറിക്കുമെന്നും പറഞ്ഞ് തറതട്ടനെ ശാലിനി നിൽക്കുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. അന്നേരം ആദ്യം ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതിന് കുട്ടികൾ പറയുമ്പോൾ ക്ലീറ്റസ് പറയുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഫോട്ടോ എടുക്കാം. അന്നേരം അതെങ്ങനെ ശരിയാവും, ആദ്യം വിഷ്ണുവിൻ്റെ ശാലിനി എടുത്തത്, മോളെ ശാലിനി ഇങ്ങോട്ട് വന്നേ, വിഷ്ണു വന്നിരിക്കുന്ന കണ്ടില്ലേ എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം രാഘവനാരുടെ നിർബന്ധത്തിന് പിന്നെ അപ്പോൾ അവസാനം ക്ലീറ്റസ് പറയുന്നുണ്ട്, എനിക്ക് ആരാണെന്ന് വെച്ചാൽ വന്ന് നിൽക്കുകയാണ്, ഇപ്പോൾ കിട്ടിയല്ലേ ഒക്കൂ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കിത്താന്നൊക്കെ ശാലിനി ഇങ്ങനെ സത്യഭാമയോട് പറയുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ പിള്ളയോട് പറയുന്നുണ്ട്, എടോ പിള്ളേ, തൻ്റെ തലയിൽ ഇതിനൊന്നും ഒരു ഐഡിയ ഇല്ലേന്ന് ചോദിക്കുക. അന്നേരം ഞാനൊരു തറ വേല പ്രയോഗിക്കാൻ പോവുകയാണ്, എൻ്റെ കൂടെ തന്നെ നിന്നോളണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആയിക്കോട്ടെ എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ പെട്ടെന്ന് പിള്ളയാണെങ്കിൽ ഇങ്ങനെ വിറച്ചില്ല ഫിക്സ് വരുന്ന ആ രീതിക്ക് അങ്ങോട്ട് താഴേക്ക് വീഴുകയാണ്. അന്നേരം ഒയ്യോ പിള്ള വീണേന്നും പറഞ്ഞ് ഭാമ അങ്ങോട്ട് വട്ടം കൂടുന്നുണ്ട്. അന്നേരം ശിവനോടി അത്തേ ചെല്ലുന്നുണ്ട്, ക്ലീറ്റസും കുട്ടിയും ഒക്കെ കയറുകയാണ്. അന്നേരം ഇങ്ങോട്ട് താക്കോലിടറ കുട്ടി, താക്കോലിട്, ഇത് ചുരുളിയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ചുരുളിയല്ല ചുഴലി എന്നൊക്കെ ഇങ്ങനെ കുട്ടി തിരുത്തുന്നുണ്ട്. എന്നിട്ട് താക്കോലെടുത്ത് ഇങ്ങനെ കയ്യിലേക്ക് പിടിപ്പിക്കുകയാണ്. അന്നേരം രാഘവനാര് മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോൾ പിള്ള വീണു എന്ന് പറയുകയാണ്. അന്നേരം ഇങ്ങേർക്ക് ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട്. ഈ കുട്ടികളും അങ്ങോട്ടത്തേക്ക് കുട്ടികളോടെ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. അന്നേരം താക്കോലൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. അന്നേരം ഈ സമയത്തിന് രാഘവനാര് കണ്ടിട്ട് ഇങ്ങേർക്ക് ഇത് എന്താ പറ്റി, ഇയാൾക്ക് ഇത് എന്താ പറ്റിയത്, പൊന്നി പോയി വെള്ളം എടുത്തോണ്ട് പോകാന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമ ഇങ്ങനെ ആകെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് ശാലിനിയോട് പറയുന്നുണ്ട്. പക്ഷേ ശാലിനിക്ക് തടവാണെന്നുള്ള ആദ്യം മനസ്സിലായില്ല. ശാലിനിയോട് പറയുന്നുണ്ട്, കുട്ടികളെയും കൂട്ടി പൊയ്ക്കോ എന്ന് പറയുകയാണ്. അന്നേരം ശിവനും അങ്ങോട്ടത്തേക്ക് വരുമ്പോൾ ശിവൻ്റെയോടും ഭാമ രഹസ്യമായിട്ട് പറയുന്നുണ്ട്, ശാലിനി പെട്ടെന്ന് കൊണ്ടാക്കുക എന്ന് പറയുകയാണ്. അന്നേരം പെട്ടെന്ന് കുട്ടികളെയും കൊണ്ട് ശാലിനി ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. മുറ്റത്ത് തന്നെ കുട്ടികൾ നിൽക്കുകയാണ്. അന്നേരം സ്കൂളിൽ പോകാമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഫോട്ടോ പിന്നെയെന്നും പറഞ്ഞ് ശാലിനി ദേഷ്യപ്പെടുന്നു, ഇങ്ങോട്ട് വന്നേ, അതൊക്കെ പിന്നീട് എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് കുട്ടികളെയും പിടിച്ച് ജീപ്പിൽ കയറ്റുന്നുണ്ട്. ജീപ്പിലാണ് പോകുന്നത്. രാമേട്ടൻ വന്നിട്ടില്ല. ശാലിനി ഫ്രണ്ട് സീറ്റിലേക്ക് കയറുകയാണ്. പെട്ടെന്ന് ശിവനും അങ്ങോട്ട് കയറുന്നുണ്ട്. വണ്ടി എടുത്ത് പോവുകയാണ്. ഈ സമയത്ത് പൊന്നി കൊണ്ടുവന്ന വെള്ളമാണെങ്കിൽ രാഘവൻ നായർ പിള്ളയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ പിള്ള ഇങ്ങനെ ഓർമ്മ വന്ന പോലെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അതാ കണ്ടില്ലേ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ശരി, ഇനി ഫോട്ടോ എടുക്കാം എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. അന്നേരം ഭാമ പറയുന്നുണ്ട്, അതിനവരൊക്കെ പോയില്ലേ എന്ന്. അന്നേരം പോയോ എന്നും പറഞ്ഞ് രാഘവൻ നായർ നോക്കുമ്പോൾ കുട്ടികൾക്ക് പിന്നെ സ്കൂളിൽ പോകണ്ടേ, സമയമായി എന്നിങ്ങനെ പറയുകയാണ്. ഭാമ അങ്ങ് വിഷയം മാറ്റുകയാണ്. പക്ഷേ രാഘവൻ നായർ പറയുന്നുണ്ട്, എങ്കിൽ ക്ലീറ്റസേ താനിവിടെ നിന്നില്ലേ, അവർ തിരിച്ചു വന്നിട്ട് എടുത്തിട്ട് പോയാൽ മതി. അന്നേരം ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വീണ്ടും പിള്ളയും ഭാമ ഇരിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് പിന്നെ കുട്ടി പറയുകയാണ്, ഇതിപ്പോൾ എന്താണ്, കാരണം അവർ കടിക്കുമല്ലോ എന്ന് പറഞ്ഞൊക്കെ നിൽക്കുകയാണ്. പെട്ടെന്ന് ക്ലീറ്റസ് വരുന്നുണ്ട്, അതെ 11 മണിക്ക് വേറൊരു നാട് മുറിക്കലുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങ് എത്തിക്കോളാം എന്ന് പറയുകയാണ്. വേറൊന്നും തോന്നല്ലേ, ശരി വന്നാട്ടെ എന്നും പറഞ്ഞ് പെട്ടെന്ന് കുട്ടിയും വിളിച്ചുകൊണ്ട് ക്ലീറ്റസ് ഉടന്ന് മുങ്ങുന്നുണ്ട്. അന്നേരം പിന്നെ രാഘവൻ ഫോട്ടോ എടുക്കണം, ഇനി ഇതുങ്ങളെയൊക്കെ എങ്ങനെയാണ് ഒരുമിച്ചൊന്ന് കിട്ടുക എന്നും പറഞ്ഞ് വാശിക്ക് തന്നെ നിൽക്കുകയാണ്. അന്നേരം വീണ്ടും ഭാമ വിഷയം മാറ്റാനായിട്ട് പിള്ളേ തനിക്കെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല സത്യാമ്മ, എല്ലാം ഒരു സ്വപ്നം പോലെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം തനിക്ക് അസുഖം വരാൻ കണ്ട സമയമെന്ന് പറയുമ്പോൾ അസുഖം വരാനൊക്കെ ഓരോ സമയമുണ്ടോ സാറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്തിരി നനഞ്ഞെങ്കിൽ എന്താ, ഫോട്ടോ എടുക്കും മുടങ്ങിയില്ലേ എന്നിങ്ങനെ ഭാമയോട് രഹസ്യമായിട്ടും പറയുന്നുണ്ട്. പക്ഷേ അന്നേരം ഫോട്ടോ എടുക്കണം എന്നും പറഞ്ഞ് ഇങ്ങനെ രാഘവൻ നായർ അവിടെ ഇരിക്കുന്നുണ്ട്. അതേസമയം അവിടെ ശിവനാണെങ്കിൽ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ ശാലിനിയെയും കൊണ്ട് പോകുന്നുണ്ടല്ലോ. അന്നേരം വഴിയിൽ എത്തുമ്പോൾ ശിവൻ ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ ഫോട്ടോ എടുക്കലെന്ന് പിള്ളച്ചേട്ടൻ്റെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് എന്തായാലും ഫോട്ടോ എടുപ്പ് മുടങ്ങി, അല്ലെങ്കിൽ ശാലിനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് എൻ്റെ ഒപ്പം നിൽക്കേണ്ടി വന്നേനെ, അത് ശാലിനിയെ സങ്കടപ്പെടുത്തിയത് ഓർത്ത് എൻ്റെ 1-2 ദിവസം പോയി കിട്ടിയേനെ എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും മുടങ്ങിയല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ഈ കുട്ടികളാണെങ്കിൽ ബേക്കിരുന്നുകൊണ്ട് എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. പക്ഷേ ഇവർക്കൊന്നും മനസ്സിലായില്ല. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയതിൻ്റെ ഇതിൽ പിള്ളച്ചേട്ടൻ എന്താ സംഭവിച്ചെന്ന്
ചോദിച്ചില്ല, ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട് വിളിക്കുകയൊന്നും വേണ്ട, പിള്ളച്ചേട്ടൻ അഭിനയിച്ചതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അഭിനയിച്ചതോ? അന്നേരം അതെ, ശാലിനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഇതിന് കൂട്ടു നിന്നാൽ ശാലിനിക്ക് അത് സങ്കടമാകുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ട് പിള്ളച്ചേട്ടൻ അങ്ങനെ അഭിനയിച്ചതാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം അവിടെ പറയുന്നുണ്ട്. ശിവൻ ആദ്യം വന്ന് അവിടെ നേരത്തെ വന്ന് കയറുമ്പോൾ ഇപ്പോൾ ക്ലീറ്റസ് വരുമെന്നും പറഞ്ഞ് രാഘവൻ നേരം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. അന്നേരം എന്താ സംഭവം എന്നിങ്ങനെ പിള്ളയോട് ശിവൻ ചോദിക്കുമ്പോൾ ഫോട്ടോ എടുപ്പാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇത് മുടക്കാൻ എന്താ വഴിയും ചോദിക്കുമ്പോൾ എൻ്റെ തലയിലൊന്നുമില്ല എന്നിങ്ങനെ പിള്ള പറയുമ്പോൾ ശിവനാണ് ഈ ഒരു ഐഡിയ അവിടെ പിള്ളയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് ശാലിനിയോട് പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ പിന്നെ ശാലിനിക്ക് സഹിക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ശാലിനി എത്രയും പെട്ടെന്നോടെ രക്ഷപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അന്നേരം അങ്ങനെയാണെങ്കിൽ താങ്ക് യു എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം അത് എനിക്കുള്ളതല്ല, പിള്ളച്ചേട്ടനുള്ളതാണ്. എൻ്റെ ഒരു ചെറിയ ആംഗ്യ ചലനത്തിലൂടെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി അവസരോചിതമായി പിള്ളച്ചേട്ടൻ പെട്ടെന്ന് അങ്ങനെ കാട്ടിയത് കൊണ്ടാണ് രക്ഷപ്പെടാനായിട്ട് സാധിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ശിവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം എന്താ അമ്മ, എന്താ സംഭവം എന്നിങ്ങനെ കുട്ടികൾ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല, നിങ്ങൾ സ്കൂൾ ഹോംവർക്കൊക്കെ ചെയ്തോ, അതേ സ്കൂൾ എത്താറായി എന്ന് പറയുന്നുണ്ട്. അന്നേരം സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വണ്ടി കയറുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ ഇറങ്ങിയിട്ട് കുട്ടികളെ ഇറക്കുന്നുണ്ട്. അന്നേരം വൈകുന്നേരം രണ്ടുപേരും ഇവിടെ തന്നെ കാണണം, എങ്ങും പോകരുതെന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ടാറ്റയൊക്കെ പറഞ്ഞ് വിടുകയാണ്. ശാലിനിക്ക് ഒരു ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ശാലിനിയും കൊണ്ട് ശിവനിങ്ങനെ പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ജീവിതം പിന്നെ ഇങ്ങനെയാണ് ശാലിനി, നമുക്കൊരിക്കലും പിടിതരില്ല, കുറച്ച് നമ്മൾ മനസ്സിലാക്കിയും കുറച്ച് മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ശിവനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞത് മുഴുവനും ശാലിനിക്ക് മനസ്സിലായില്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റൊന്നുണ്ട്, ചിലത് നമ്മൾ കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ, കണ്ണിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ, മറ്റു ചിലത് നമ്മൾ ഇല്ലാതെയും വിശ്വസിക്കും. ഈശ്വരനുണ്ട് എന്നുള്ള നമ്മൾ കണ്ടിട്ടില്ലല്ലോ, പക്ഷേ ആ ഒരു വിശ്വാസത്തിൻ്റെ, ഈശ്വരനുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നില്ലേ, അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ തത്വങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ശിവൻ അവസാനം പറയുന്നുണ്ട് വേറൊരു കാര്യം, ശാലിനി എന്ന് വിളിച്ച് തന്നെയാണ് ശിവൻ സംസാരിക്കുന്നതൊക്കെ. അന്നേരം ശാലിനിയോട് വേറൊരു കാര്യം പറയാനായിട്ട് മറന്നു, ഇന്ന് എൻ്റെ ഉച്ചയ്ക്ക് എൻ്റെ പെങ്ങൾ ചന്ദ്രയുടെ വിവാഹമാണ്, പ്രകാശാണ് വരൻ. മുമ്പൊരിക്കൽ ഞാനത് നടത്താനായിട്ട് നോക്കിയതാണ്, അപ്പോൾ ശാലിനി കൂടി ഉണ്ടെങ്കിൽ അത് പ്രകാശിനൊരു സന്തോഷമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാനുണ്ടാവും, പ്രകാശ് ഒരിക്കലും എന്നോട് പറഞ്ഞതാണ്, ഞാൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ശാലിനി പറയുന്നുണ്ട് എനിക്ക് ശിവൻ്റെ ഒരു സഹായം വേണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്ത് സഹായമാണ് വേണം, എന്താണെന്ന് വെച്ചാൽ ശാലിനി പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം എനിക്കൊരു യാത്രയുണ്ട് പാപനാശിനിയിലേക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥലം ഇങ്ങനെ അപ്പോഴേ അതൊക്കെ ഇങ്ങനെ ഒഴുകുന്നതൊക്കെ ഇനി കാണിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്ര എന്നിങ്ങനെ പറയുന്നുണ്ട്, അതിന് എൻ്റെ സഹായം വേണം എന്നിങ്ങനെ പറയുമ്പോൾ അതിന് ഞാൻ എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ കൂടെ വരാം, എന്തായാലും ഒരു സഹായം ശാലിനി എന്നോട് ചോദിച്ചല്ലോ എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. തുടർന്ന് വണ്ടി ഓടിച്ച് പോവുകയാണ്. ഇതേസമയം അവിടെ മഹേന്ദ്രൻ്റെ വീട്ടിൽ അവിടെ റൂമിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുക തന്നെയാണ്. റൂമിൽ നിന്ന് വെളിയിറങ്ങാനുള്ള അതൊന്നും സ്വാതന്ത്ര്യമൊന്നും ചന്ദ്രയ്ക്കില്ല. അന്നേരം ചായയും കൊണ്ട് നിർമ്മല ചെല്ലുമ്പോൾ ആകെ ദേഷ്യപ്പെടുകയാണ്, എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, എനിക്ക് കൂട്ടുകാരികളോട് സംസാരിക്കാനുള്ളതില്ല, ഫോൺ നോക്കാനുള്ള അവകാശമില്ല, എന്തിനാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ മതിൽക്കെട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ സെക്യൂരിറ്റിയുടെ അനുവാദം വേണം, എല്ലാവർക്കും വാശി കാണിക്കാം, എനിക്ക് മാത്രം പാടില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര ആകെ ദേഷ്യത്തിലാണ്. അന്നേരം ഞാൻ മോളോട് ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രകാശിനെ മറക്കുന്ന ഒഴിച്ച് ബാക്കി എന്തോ അമ്മയ്ക്ക് പറയാമെന്ന് പറയുകയാണ്. എന്നിട്ട് എനിക്ക് നിൻ്റെ അച്ഛനെ കുറിച്ചാണ് പറയാനുള്ളത്, പിന്നെ നീയും പ്രകാശനും തമ്മിലുള്ള വിവാഹം എന്തായാലും നടത്തി തരില്ല, നിങ്ങളായിട്ട് ശ്രമിച്ചാൽ അതും എൻ്റെ അച്ഛൻ വെറുതെ ഇരിക്കില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്ക് നല്ലത് പിന്നെ അപ്പം ഞാൻ എന്ത് വേണമെന്നിങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് രണ്ടു പേർക്ക് ആ ഡോക്ടർ പയ്യനും നിനക്കും നല്ലത്, നീ എൻ്റെ അച്ഛന് നിശ്ചയിച്ച ആ വിവാഹത്തിന് ഒരുങ്ങുന്നതാണെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അവിടെയാണെങ്കിൽ ഫ്രണ്ടിൽ പിന്നെ മഹേന്ദ്രൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ശാലിനിയുടെ വണ്ടി തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൽ കളക്ടർ ബോർഡൊന്നുമില്ല, രാമേട്ടനാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. അനുപല്ലവതിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, ഒരു യൂണിഫോമിലൊന്നുമല്ല രാമേട്ടൻ, ആ ഒരു വെള്ള യൂണിഫോമിലല്ല, സാധാ മുണ്ടും ഷർട്ടും, അനുപല്ലവി ചുരിദാർ വേഷത്തിലാണ് വന്നിറങ്ങുന്നത്. അന്നേരം സെക്യൂരിറ്റി ആരെ കാണാൻ ചോദിക്കുമ്പോൾ മഹേന്ദ്ര സാറിൻ്റെ മോളെ കാണാനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ചെന്നോളൂ എന്ന് പറയുമ്പോൾ അനുപല്ലവിയോട് ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട് രാമേട്ടൻ. എന്നിട്ട് പക്ഷേ രാമേട്ടൻ്റെ പരുങ്ങലും ഇതൊക്കെ ഉണ്ട്, ഒരു കള്ളത്തരം കാണിക്കുന്നതിൻ്റെ. എന്നിട്ട് വാതിൽക്കൽ ചെന്ന് ബെല്ലടിക്കുന്നുണ്ട് അനുപല്ലവി. അന്നേരം ഇവിടെ ചായ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ചന്ദ്രയ്ക്ക് നിർമ്മല. അന്നേരം ആരോ വന്നു തോന്നുന്നു, ഞാൻ നോക്കിയിട്ട് വരാം, ഇത് ഇവിടെ ഇരിക്കുകയാണ്, എടുത്ത് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് വാതിൽ അതേപോലെ അടച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് ചന്ദ്ര പോകുന്നുണ്ട്. ചന്ദ്രയല്ല നിർമ്മല പോകുന്നുണ്ട്. ചന്ദ്ര ആകെ ദേഷ്യത്തിലും ഇരിക്കുകയാണ്. എന്നാൽ നിർമ്മലയാണെങ്കിൽ ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അന്നേരം അനുപല്ലവിയാണ് കാണുന്നത്. അന്നേരം ഞാൻ ശ്രുതി പത്മനാഭൻ എന്ന് പറയുന്നുണ്ട്. അന്നേരം രാമേട്ടൻ പുറകിൽ നിന്ന് വന്നിട്ട് അതിൽ പത്മനാഭൻ ഞാനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ ചന്ദ്രയുടെ കൂട്ടുകാരിയാണ്, അമ്മ എന്നെ എത്ര വേഗം കൊണ്ട് മറന്നുപോയി, ഞാൻ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയ്യോ മോളെ എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല എന്ന് പറയുകയാണ്. അന്നേരം ചന്ദ്ര ഇല്ലേയും ചോദിക്കുന്നുണ്ട്. അന്നേരം അകത്തേക്ക് കയറി ഞാൻ ചന്ദ്രയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവരോട് അവിടെ സെറ്റിലിരിക്കാനൊക്കെ പറഞ്ഞിട്ട് നിർമ്മലയാണെങ്കിൽ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ കൂട്ടുകാരികളൊന്നും നിന്നെ കാണാൻ വരുന്നില്ല എന്നുള്ള പരാതിയില്ലായിരുന്നു, കൂടെ പഠിച്ചൊരു
കൂട്ടുകാരി വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം അങ്ങോട്ട് ചെല്ലുമെന്ന് പറയുന്നുണ്ട്. അന്നേരം കൂടെ പഠിച്ച കൂട്ടുകാരിയൊന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊന്നും അവരോട് കൊട്ടി ഘോഷിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രയങ്ങ് ചായ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അല്ല, ചന്ദ്രയും കൊണ്ട് തന്നെയാണ് ചെല്ലുന്നത്. നിർമ്മലയാണെങ്കിൽ ചെല്ലുന്നുണ്ട്. അന്നേരം പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നിർമ്മല അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ചന്ദ്രയാണെങ്കിൽ ഇവരെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്നാണെങ്കിൽ അനുപല്ലവ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെ പറഞ്ഞു വിട്ടത് കളക്ടർ മാഡമാണ്. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് രജിസ്റ്റർ മാരേജ് അവിടെ നടത്താനായിട്ട് പ്രകാശമായിട്ടുള്ള വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ എന്നെ എവിടെ ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഏട്ടൻ എന്നൊക്കെ ചോദിക്കും. അത് പ്രകാശൊക്കെ അവിടെ ഉണ്ട്, എല്ലാവരും ചന്ദ്രയെ കാത്തിരിക്കുകയാണ്, ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ അതെങ്ങനെയും ചോദിക്കുന്നുണ്ട്. അന്നേരം രാമേട്ടൻ പറയുന്നുണ്ട്, മോള് ഞങ്ങളുടെ കൂടെ നിന്ന് തന്നാൽ മതി, വേറൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്ര ചായയായിട്ട് വരുന്നുണ്ട്. ചായയൊക്കെ അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുകയാണ്. അവർ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന് മുന്നേ പിന്നെ നിർമ്മലയോട് ഈ അനുപല്ലവി പറയുന്നുണ്ട്, 2 ദിവസമായിട്ട് ഫോണിലൊന്നും ആക്റ്റീവ് അല്ല തോന്നുന്നു, വിളിച്ചിട്ടൊരു റെസ്പോൺസും ഇല്ല എന്നൊക്കെ പറയുകയാണ്. ശേഷമാണ് ചായയൊക്കെ കൊണ്ടുവരുന്നതൊക്കെ. അന്നേരം പിന്നെ പറയുന്നുണ്ട്, ഇവള് ഞങ്ങളുടെ കൂട്ടത്തിലെ പഠിപ്പിസ്റ്റായിരുന്നു. ഇവള് ഞങ്ങളുടെ വീട്ടിലൊന്നും വരാറ് പോലും ഇല്ല, വീട്, പഠിത്തം, കോളേജ് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നിങ്ങനെയൊക്കെ ചന്ദ്രയെക്കുറിച്ചൊക്കെ ഇന്ന് അനുപല്ലവി അങ്ങോട്ട് പറയുകയാണ്. അന്നേരം പക്ഷേ അതൊന്നും റിസൾട്ടിലൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം രാമേട്ടൻ പറയുന്നുണ്ട്, അത് ഞങ്ങൾ വന്നത് അടുത്ത മാസം ശ്രുതിയുടെ എൻഗേജ്മെൻ്റ് ആണ്, വരൻ അങ്ങ് ദുബായിലാണ്, പിന്നെ ഈ മാസം എത്തും, അപ്പോൾ അതിന് എല്ലാവരും കൂടി എത്തണമെന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതെന്താ സന്തോഷമുള്ള കാര്യമല്ലേ, ഞങ്ങൾ എത്താമെന്നിങ്ങനെ നിർമ്മല പറയുകയാണ്. അന്നേരം 2 ദിവസം മുന്നേ ശ്രുതി അങ്ങ് വിട്ടേക്കണം, ഞങ്ങൾ കോളേജ് എല്ലാം കൂടി ചേർന്ന് ഞങ്ങൾ ഡാൻസും പ്രോഗ്രാമും ഒക്കെ ചാർട്ട് ചെയ്തിട്ടുണ്ട്, ഇവളെ കൂടി വിടണമെന്ന് പറയുകയാണ്. അന്നേരം ശ്രുതി ചന്ദ്ര ഇങ്ങനെ ആകെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, അതിനൊന്നും ഇവൾ നിൽക്കത്തില്ല, പണ്ടൊക്കെ ഞാൻ എല്ലാത്തിനും പാട്ടിനും ഡാൻസിനും ഒക്കെ കൊണ്ടാക്കിയതാണ്, പക്ഷേ ഇവൾക്ക് അതിനൊന്നും താല്പര്യമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രാമേട്ടൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ്, നമുക്ക് പോകണ്ടേ, ഇനി 5-6 വീട്ടിൽ പറയാനുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് അടുത്ത അടവ് അനുപല്ലവി പ്രയോഗിക്കുകയാണ്. ഫോണൊക്കെ എടുത്തിട്ട് പറയുകയാണ്, എൻ്റെ അച്ഛ ഒന്ന് ചുമ്മാതെ ഇരുന്നേ, ഞാൻ എത്ര നാൾ കൂടിയാണെന്നോ ഇവളെ ഒന്ന് കണ്ടത്, അങ്ങ് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഞങ്ങൾ 2 പേരും കൂടി കുറേ ഫോട്ടോസ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അങ്ങ് അനുപല്ലവി ഒരു ഓളത്തിനും പറയുകയാണ്, ദേ ആ മുറ്റത്തേക്ക് നിന്ന് നമ്മൾ കുറേ കിടുക്കച്ച് ഫോട്ടോസ് എടുക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചന്ദ്രയുടെ കൈ പിടിക്കുന്നുണ്ട്. അന്നേരം നിർമ്മല ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത്രയുമേ ഈ ഒരു സീനിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത ഇതിൽ മിക്കവാറും മുറ്റത്തേക്ക് ഇനി ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഇനി മഹേന്ദ്രൻ വരുമോ, അതോ ഇനി ഇവർ രാമേട്ടനും അനുപല്ലവിയും കൂടി അവിടെ നിന്ന് ചന്ദ്രയും കൊണ്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു വിവാഹം നടത്താനായിട്ട്. എങ്കിൽ ആ ഒരു ഭാഗം അവിടെ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചന്ദ്രയും പ്രകാശിനുള്ള വിവാഹം നടക്കുമ്പോൾ അവരുടെ ആ ഒരു ചാപ്റ്ററും ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ബാക്കി എന്താകുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി സുസ്മിതയുടെ വരവൊക്കെ ഉണ്ട് സത്യഭാമയുടെ വീട്ടിലേക്ക്, അതൊക്കെ അടുത്ത എപ്പിസോഡിലാണ് കാണാം. ഓക്കെ, താങ്ക് യു.